ഹായ്, ഞാൻ സുമൻ താക്കോൽക്കാരൻ. കഴിഞ്ഞ ദിവസം ചിക്കൻ വേസ്റ്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുന്നതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ഞാൻ വിവരിച്ചത്. ഇന്ന് ഒരു പ്ലാന്റ് തുടങ്ങുന്ന വരെയുള്ള ബുദ്ധിമുട്ടും തുടങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല റെൻഡറിങ് പ്ലാന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യം മെഷീനറിയോ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പുറമെ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം നല്ലൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക, വേസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, ഫിനാൻഷ്യൽ ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ മാൻ പവർ, നിങ്ങൾക്ക് ഇതിന് ആവശ്യമായ മാൻ പവർ എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഈ മാൻ പവർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇത് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ മറികടന്ന് വേണം നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഇടണമെങ്കിൽ. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി, ഡോക്യുമെന്റേഷൻ, അതായത് പേപ്പർ വർക്ക്. ഒരു 6-7 ലൈസൻസ് ഇതിന് വേണം. ഈ ലൈസൻസിന്റെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് ഓപ്പൺ ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തത്തുള്ളൂ. അത് കഴിഞ്ഞാലോ ഈ പ്ലാന്റ് നടത്തിക്കൊണ്ടുപോകുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനേക്കാൾ ഏറെയാണ്. അതിൻ്റെ കാര്യങ്ങളും ഇനി വരാൻ പോണ വീഡിയോകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാന്റ് തുടങ്ങുമ്പോൾ അവരെന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും. അവർക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ടാവും. അവരെയും കൂടി കൂട്ടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും അവരെക്കാൾ കൂടുതൽ ഈ പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ ഓരോ ഇൻവെസ്റ്ററും അതിൻ്റെ A to Z, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിനും, ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ കീഴാധാരം തൊട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. പട്ടയം തൊട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പ്ലാന്റിനുള്ള സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക് യു.